ഗായ്സ് രാവിലെ തന്നെ നേരം പുറത്തു, സമയം 11 മണി ആയിക്കണേ, ഇപ്പോഴാണ് വീഴ്ചണത്. അപ്പോൾ നമ്മൾ പഞ്ചാബിലെത്തി നേരെ ഗോൾഡൻ ടെമ്പിൾ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും നമുക്ക് കാണാം. പഞ്ചാബിൽ ഗോൾഡൻ ടെമ്പിളിൻ്റെ ഉള്ളിൽ കയറണം എന്നുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ വൈറ്റ് കർച്ചീഫ്, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രത്യേക കളറായിട്ടുള്ള ഒരു ഓറഞ്ച് കളറുള്ള ഒരു കർച്ചീഫ് തലയിൽ എന്തെങ്കിലും കെട്ടിയിട്ടേ കയറാൻ പറ്റുള്ളൂ. തൊപ്പിയോ കാര്യങ്ങളോ പറ്റൂല, അല്ലെങ്കിൽ തലയിൽ ഒന്നും ഇടാതെയും കയറാൻ പറ്റില്ല. കേട്ടോ നമ്മൾ ഗോൾഡൻ ടെമ്പിളിൻ്റെ അടുത്തേക്ക് പോകുന്തോറും വെറൈറ്റി കാഴ്ചകളാട്ടെ നമുക്ക് കാണാൻ പറ്റിയത്. ഇവിടെയുള്ള ആൾക്കാർക്കൊന്നും ചൂടൊരു വിഷയമില്ല എന്നിപ്പോൾ ഇന്ന് മനസ്സിലായി. 42 ഡിഗ്രി ചൂടിലാണ് ഇപ്പോൾ നമ്മളൊക്കെ ഈ നടക്കുന്നത്. പക്ഷെ ഇവിടെ ചൂടൊന്നും ആർക്കൊരു വിഷയമല്ല. കാരണം എല്ലാവരെയും ആഗ്രഹം എന്താ വെച്ചാൽ ഗോൾഡൻ ടെമ്പിൾ കാണാമെന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് ആൾക്കാർ വരുന്നത് ഇവിടെ. അപ്പോൾ നമ്മൾ ഏതായാലും മുന്നോട്ട് തന്നെ നടന്നു. നല്ല ചൂടുണ്ട്. അപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകളൊക്കെ നിങ്ങൾക്കും കാണിച്ചു തരാൻ വിചാരിച്ചിട്ടാണ് നമ്മൾ നടക്കണതോ. പല രൂപത്തിലാണ് ഇവിടെ ഉള്ള ആൾക്കാർ. ഇവിടെ താടിക്കാരെന്തായാലും കൂടുതലാണ്. നമുക്ക് കുറേ ഫാൻസിന് എന്തായാലും കിട്ടി. പല രീതിയിലുള്ള ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. താടിക്കാരൊക്കെ എന്തായാലും നമ്മളെ കാണുമ്പോൾ എന്തായാലും ചിരിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് 2-3 ആൾക്കാരെ ഇവിടെ കണ്ട വേറൊരു കാഴ്ച കണ്ടത്, ഒരുപാട് തലകളുള്ള ഒരു പ്രതിമ. ഇതെന്താ സംഭവം എന്ന് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ. നമുക്ക് എന്തായാലും അറിയില്ല. നമ്മൾ ഇവിടുന്ന് നടന്ന് അടുക്കും തോറും നമ്മുടെ ഗോൾഡൻ ടെമ്പിളിൻ്റെ മിനാറാട്ടെ നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് മുന്നോട്ട് തന്നെ പോവാം. ഇങ്ങനെ എന്താ പറഞ്ഞേ, പഞ്ചാബിൽ വന്നിട്ട് നാട്ടുകാർക്ക് പിന്നെ ഭയങ്കര ഈറിയാണ് ഇവരുടെ താടി ഇതും കാണുന്നത്. കുറച്ച് തൊഴിച്ചാക്കി. പക്ഷെ ഞങ്ങൾക്ക് ആ ഈറിയില്ല, കാര്യങ്ങളും ഇല്ല, ഒന്നുമില്ല ഇവിടെ പഞ്ചാബിയാക്ക്. എല്ലാരും ലൈക്ക് അടിച്ചാണ് കുട്ടികൾ. അതെ മക്കളെ, അപ്പോൾ ഇതാണ് കേട്ടോ ഗോൾഡൻ ടെമ്പിളിന്റെ ഫ്രണ്ടേജ്. അപ്പോൾ നമ്മളാണ് കയറാൻ പോവാണ്. ഒരു സംഭവമായിട്ടത് ഇതിന്റെ ഉള്ളിൽ കയറണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് കൈയൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ഉള്ളൂ കേട്ടോ. നമ്മൾ കയറാൻ പോവാണ് ഗായ്സ് മക്കളെ. അപ്പോൾ ഇതാണ് മക്കളെ ഗോൾഡൻ ടെമ്പിൾ. കണ്ടോളി, എന്താ ഭംഗി. ഒരു ചെറിയ തടാകത്തിന്റെ നടുവിൽ ഒരു രക്ഷയില്ല, ചുറ്റും തടാകം. രക്ഷയില്ല കേട്ടോ, കിടില ഒന്നും പറയണ്ട. നമ്മൾ ഗോൾഡൻ ടെമ്പിൾ കാണിച്ചെന്നില്ല നിങ്ങൾ പറയരുത് കേട്ടോ. പഞ്ചാബിലെത്തിയ എന്തായാലും വരേണ്ട ഒരു സ്പോട്ടാണിത്. വരുന്നവർക്കൊക്കെ നമുക്ക് ഇവിടെ വെള്ളം കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് ഇങ്ങനെ കൊടുക്കും കേട്ടോ. കാരണം ദാഹിച്ച് വരുന്നവർക്ക് ദാഹജലം എന്നുള്ള രൂപത്തിൽ വെള്ളം കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. നല്ല ക്ലീനിങ്, വൃത്തിയിൽ ക്ലീൻ ചെയ്തുകൊണ്ട് ഒക്കെയാണ് ഇവർ കൊടുക്കുന്നത് കേട്ടോ. ഫുഡ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഈ ചോപ്പ് ബിൽഡിങ്ങിലാണ് ഫുഡ് ഉള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ഫുഡ് കിട്ടുമല്ലേ എന്നൊക്കെ നോക്കുക നമ്മൾ. ഏതായാലും എല്ലാവരും തലയിലിങ്ങനെ ഈ ഒരു കെട്ടും കെട്ടാതെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ആരും നടക്കുന്നില്ല കേട്ടോ. തലയിൽ എന്തെങ്കിലുമൊക്കെ ഒന്നുണ്ടാവും. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള വരിയാട്ടെ നിങ്ങൾ ഈ കാണുന്നത്. തിക്കും തിരക്കും അതൊന്നും നോക്കണ്ട, ഞങ്ങൾ ഏതായാലും വരി കയറി എന്നാണ്. കുഞ്ഞാതാ മുന്നേ തന്നെ ഉണ്ട്. ഏതായാലും കയറി വെക്കുക. പ്ലേറ്റും കാര്യങ്ങളൊക്കെ പാത്രം പിടിച്ച് നടക്കണേ. കുഞ്ഞാനൊക്കെ സന്തോഷം കണ്ടിട്ട് നീ എന്താ ഫുഡും കാര്യങ്ങളൊക്കെ നോക്കാം. അങ്ങനെ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സീറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് എല്ലാവരും ഇരുന്ന് കേട്ടോ കഴിക്കണം. അതിൻ്റെ മുമ്പ് ഒരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് ആദ്യം തന്നെ ചപ്പാത്തിയും അതുപോലെ തന്നെ ചെറുപയർ കറിയും തന്നു. പിന്നെ ഒരു പായസം പോലുള്ള ഒരു സാധനം തന്നു കേട്ടോ. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ എന്താ വെച്ചാൽ എത്ര വേണമെങ്കിലും തരും, വയറ് നിറച്ച് കഴിക്കുക, ഒക്കെ ഫ്രീ ആയിട്ടുള്ള സംഭവങ്ങളാട്ടോ ഇവിടെ ഉള്ളത്. ഗോൾഡൻ ടെമ്പിളിനോട് നമ്മൾ ഇവിടെ പറഞ്ഞു നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാണ്. ഇനി അടുത്ത സ്പോട്ട് പോയി നോക്കാണ്. നമ്മൾ ഹരിയാന കഴിഞ്ഞ് പഞ്ചാബിലേക്ക് കയറി അപ്പം മുതൽ നമ്മൾ കാണണം കേട്ടോ. റോഡ് സൈഡിലൊക്കെ ഇതേപോലെ ഇങ്ങനെ വെള്ളം കാര്യങ്ങളൊക്കെ പഞ്ചാബികൾ ഫ്രീ ആയിട്ട് കൊടുക്കുക. വരുന്നവർക്കും പോകുന്നവർക്കൊക്കെ ഫ്രീ ആയിട്ട്. ഇനി ബോട്ടിൽ കൊണ്ടുപോകണമെങ്കിൽ ബോട്ടിൽ തരും. ഇനി അഥവാ ക്ലാസ്സിൽ വേണമെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കിയിട്ടുള്ള ക്ലാസ്സും കാര്യങ്ങളും ഉണ്ടാവും. നമുക്ക് എത്ര വേണമെങ്കിലും കുടിക്കട്ടോ. അപ്പോൾ പഞ്ചാബിലെ അടുത്ത വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.